നമസ്കാരം. മുംബൈ ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈ മലയാളം മിഷന് വാഷി കേരള ഹൌസിൽ ഓഫീസ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംയുക്ത സമരസമിതി പ്രതിനിധി സംഘത്തിന് ഉറപ്പു നൽകി. സമരസമിതി ചെയർമാൻ പി ഡി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ വത്സൻ മുർക്കോത്ത്, പവിത്രൻ കെ, ടി എൻ ഹരിഹരൻ, പി അശോകൻ, സതീഷ് നായർ, സണ്ണി മാത്യു എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ട് നടത്തിയ ചർച്ചയിലാണ് ഉറപ്പു നൽകിയത്. സമരസമിതി മുന്നോട്ടുവച്ച മുംബൈ മലയാളികളുടെ വിവിധ ആവശ്യങ്ങൾക്കും അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രതിനിധി സംഘം പറഞ്ഞു. സംവരണമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹാരാഷ്ട്രയിലെ മറാഠ സമുദായം നടത്തുന്ന പ്രക്ഷോഭം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെ വെട്ടിലാക്കി. മഹാരാഷ്ട്രയിലെ ജനസംഖ്യയുടെ 33% വരുന്ന മറാഠ സമുദായം നടത്തുന്ന നിശബ്ദ റാലികൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. മറാഠ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ ദളിത് യുവാവ് മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ആരംഭിച്ച പ്രക്ഷോഭം ഇന്ന് ശക്തി പ്രാപിച്ച് സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കുകയാണ്. പാർട്ടിയുടെയോ നേതാക്കളുടെയോ പിൻബലമില്ലാതെ ഇതിനകം നടന്ന 15ഓളം റാലികളിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. മറാഠ लोगों के बच्चों को इकोनॉमिकली बैकवर्ड में उसको फाइनेंशियल क्राइटेरिया रख के उनको स्कूल में एजुकेशन में उनको सहूलत मिलनी चाहिए और इस प्रकार के लिए बहुत आज तक हमेशा साइलेंट मोर्चा निकाला गया था, लेकिन ये फर्स्ट टाइम है कि इसमें रास्ता रोको किया गया है. लेकिन आपने മൗനമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ധ്രുവീകരണം എങ്ങോട്ടായിരിക്കുമെന്ന് വീക്ഷിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും. തൊഴിൽ, വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം, നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ച് ദളിതർ നടത്തുന്ന ചൂഷണം ഇല്ലാതാക്കൽ, ദളിത് നിയമങ്ങൾ പൊളിച്ചെഴുതുക, അഹമ്മദ് നഗറിൽ മറാഠ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊന്ന ദളിതർക്ക് വധശിക്ഷ നൽകുക തുടങ്ങിയവയാണ് പ്രക്ഷോഭം നടത്തുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. മറാഠ വിഭാഗത്തിൽപ്പെട്ട ശരത് പവാർ, പൃഥ്വിരാജ് ചവാൻ, അശോക് ചവാൻ എന്നിവർ മുഖ്യമന്ത്രിയായിട്ടും മറാഠകൾക്ക് പ്രയോജനമൊന്നും കിട്ടിയില്ല എന്ന കാര്യം ഉയർത്തിക്കാട്ടി പ്രക്ഷോഭത്തെ കോൺഗ്രസ്, NCP പാർട്ടികൾക്ക് എതിരായി തിരിച്ചുവിടാൻ ഭരണകക്ഷിയായ BJP ശ്രമിക്കുന്നുണ്ട്. മറാഠ പ്രക്ഷോഭത്തിന് പിന്നാലെ OBC മുസ്ലിം വിഭാഗങ്ങളും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. മലയാളോത്സവം 5ാം പതിപ്പിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനവും സമ്മാനദാനവും വസായി BKS സ്കൂൾ അങ്കണത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു. വസായി വെസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയായിരുന്നു മലയാളോത്സവം സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും ഉൾക്കൊണ്ട് മലയാള ഭാഷാ പ്രചരണ സംഘവും വിവിധ മലയാളി സമാജങ്ങളും ഒരുക്കിയ കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും മഹാനഗരത്തിലെ മലയാള നാടിനെ വീണ്ടെടുക്കുക എന്ന മലയാള ഭാഷാ പ്രചരണ സംഘത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതായിരുന്നു. സ്കൂൾ കുട്ടികൾ പങ്കെടുത്ത ബാൻഡ് മേളം ഘോഷയാത്രയ്ക്ക് തിളക്കം കൂട്ടി. ഉടുക്കുപാട്ടും മാവേലിയും കേരളത്തനിമയാർന്ന കലാരൂപങ്ങളുമെല്ലാം മലയാളി മനസ്സുകളിൽ ഗ്രഹാതുരത പകർന്നാടി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോംബുവില്ലി ഹോളി ഏഞ്ചൽസ് സ്കൂൾ ആൻഡ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, ഗൊരേഗാവ് വിവേക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് നായർ, ബെസിൻ കേരള സമാജം പ്രസിഡന്റ് PVK നമ്പ്യാർ, മലയാളം മിഷൻ അക്കാദമിക് കോർഡിനേറ്റർ രുക്മിണി സാഗർ തുടങ്ങിയവർ അതിഥികളായിരുന്നു. മുംബൈ ജനകീയ ചലച്ചിത്രവേദി നിർമ്മിച്ച് കണ്ണൻ തട്ടയിൽ സംവിധാനം ചെയ്ത തുടരും എന്ന ഹ്രസ്വചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിംഗും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് മലയാളോത്സവം 5ാം പതിപ്പിന് തിരശ്ശീല വീണത്. ശ്രീനാരായണ ഗുരു വിശദീകരിക്കാൻ കഴിയാത്ത ഒരു മഹാപ്രതിഭാസമാണെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. മന്ദിരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവഗിരി തീർത്ഥാടനത്തിൽ മുഖ്യപ്രഭാഷകനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. ലോകമാകെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ചിന്തയ്ക്ക് പ്രിയമേറുന്നുവെന്നും ഗുരുദേവൻ രചിച്ച കൃതികൾ ലോക സമൂഹത്തിന് ലഭിച്ച മഹാനിധികളാണെന്നും സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു.
ദൈവദശകം ഇപ്പോൾ ലോകഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു. അതുപോലെ ഗുരുദേവ കൃതികളും ദർശനങ്ങളും ലോകമാകെ പ്രചരിപ്പിക്കേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഗുരുദേവ ദർശനം ജീവിതത്തിൽ പകർത്തേണ്ടത് ഓരോ ശ്രീനാരായണീയരുടെയും കടമയാണെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ മന്ത്രിസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവഗിരി തീർത്ഥാടനത്തിൽ മുഖ്യ പ്രഭാഷകനായി പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു സ്വാമി സന്ദീപാനന്ദഗിരി. ഗുരുദേവൻ നിഷ്കർഷിച്ച വ്യക്തിശുചിത്വത്തോടൊപ്പം ആത്മവിശുദ്ധിയും കാത്തുസൂക്ഷിക്കുകയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഓരോ തീർത്ഥാടനത്തിന് കഴിയണമെന്നും ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ അഭിപ്രായപ്പെട്ടു. സമ്മേളന വേദിയിലേക്കുള്ള പഞ്ചലോഹ നിർമ്മിതമായ ഗുരുദേവ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചെമ്പൂരിൽ നിന്ന് ഗുരുദേവഗിരിയിലേക്കെത്തി. മഹാപ്രസാദത്തിനായുള്ള കലവറ നിറക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു. ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിദ്വാറിലെ ആശ്രമവും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ണസ്, അതായത് എല്ലാവരും ഒന്ന്, നാം എല്ലാം ഒന്നിലേക്ക് എന്നുള്ള ഗുരുദേവൻ്റെ ആ ഏകലോക വീക്ഷണം, ആ ദർശനത്തെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ശ്രീനാരായണ മന്ത്രിസമിതി പ്രവർത്തിക്കുന്നത്. മഹാഗുരുപൂജയ്ക്ക് ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ വിശദീകരിക്കുന്ന പ്രദർശനവും വാന നിരീക്ഷണവും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷിലുള്ള സെമിനാർ മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ GK ശശിധരൻ നേതൃത്വം നൽകി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സജീവ് കൃഷ്ണൻ പ്രഭാഷണം നടത്തി. അപ്പോൾ തീർത്ഥാടനം എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം നീ സ്വയം കഴുകലിൽ നിന്ന് തുടങ്ങുക. ജനായൈ തരന്തി ദുഃഖാനിനാനി തീർത്ഥാനി. ജനങ്ങൾ യാതൊന്നു മുഖേനയാണോ ദുഃഖത്തെ തരണം ചെയ്യുന്നത്, അതിനെയാണ് തീർത്ഥം എന്ന് പറയുന്നത്. ആ തീർത്ഥത്തിൽ ആടനം ചെയ്യുക, അതിൽ മുഴുകുക. ഇത്രയും നാം ബൃഹത്വൽക്കരിച്ചു പറഞ്ഞ ഈ വാക്ക് ഭഗവാൻ ചുരുക്കിയിട്ട് സാധാരണക്കാരന് പരിചയമുള്ള ഒറ്റ വാക്കിൽ പറയുന്നു. കുഴൽ വെള്ളത്തിൽ കുളിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ വാക്ക് കേൾക്കുമ്പോൾ ഇത് സാധാരണ വാക്കല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിന്റെ തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച സംഗീത സന്ധ്യ ആസ്വാദകർക്ക് ഏറെ ഇമ്പമുള്ള അനുഭവമായി മാറി. വലിയ ഭാഗ്യം തന്നെ ഗുരുദേവന്റെ മുന്നിൽ വരുവാനും പാടുവാനും സാധിക്കുക എന്ന് പറയുന്നത്. മുംബൈയിൽ കാലാകൂട ഫെസ്റ്റിവലിന് തുടക്കമായി. ഇനി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകൾ. ഇന്ത്യൻ നൃത്ത സംഗീത പരിപാടികൾക്ക് പുറമെ വിദേശ കലാകാരന്മാരും ഇത്തവണ ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഈ വർഷത്തെ കാലാഗോഡ ഫെസ്റ്റിവലിൽ ഇന്ത്യൻ നൃത്ത സംഗീത പരിപാടികൾക്ക് പുറമെ വിദേശ കലാകാരന്മാരും പങ്കെടുക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട്. ലോക സംഗീത ദിനത്തിൽ ആരംഭിക്കുന്ന സംഗീത പരിപാടികൾ ബെർലിൻ, പോളണ്ട്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായക സംഘങ്ങളും പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ക്രോസ് മൈതാനിയിലാണ് കലാപരിപാടികൾ അരങ്ങേറുക. ചെറിയ രീതിയിൽ തുടങ്ങിയ കാലാഗോഡ ഫെസ്റ്റിവൽ ഇന്ന് വിപുലമായ രീതിയിലാണ് നടക്കുന്നത്. വിദേശികളടക്കം നിരവധി പേർ പരിപാടികൾ കാണാൻ എത്താറുണ്ട്. മുംബൈയിലെ വാദ്യ കലാകാരന്മാർ സംഘടിപ്പിച്ച ഗുരുവന്ദനം ശ്രദ്ധേയമായി. തായമ്പകയുടെ ലോകത്ത് പേരെടുത്ത പനമണ്ണ ശശി മുഖ്യാതിഥിയായിരുന്നു. ഗുരുസ്മരണ ആശയം കൊണ്ടും കാഴ്ചപ്പാടുകൊണ്ടും പുതുമ നിറഞ്ഞതായിരുന്നു.
പ്രവാസി വാദ്യഗുരുക്കളെ സ്മരിച്ചുകൊണ്ട് അനിൽ പൊതുവാൾ, പനമണ്ണ ശശി എന്നിവരുടെ ഗുരുവായ പൂക്കാട്ടിരി ദിവാകര പൊതുവാളുടെ ചിത്രത്തിനു മുന്നിൽ സ്മരണാഞ്ജലി നേർന്നുകൊണ്ടായിരുന്നു വാദ്യകലാസംഘവും സൃഷ്ടിയും കൂടി അവതരിപ്പിച്ച ഗുരുസ്മരണാ ദിനാചരണം. പനമണ്ണ ശശി മലമാക്കാവ് സമ്പ്രദായത്തിൻ്റെ താളസംഗീത തായമ്പക മുംബൈയിൽ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചു. പാരമ്പര്യനിഷ്ഠയോടെ പഞ്ചാരിക്കൂറിൽ കൊട്ടിക്കയറിയ പനമണ്ണ ശശി കഥകളിക്കൊട്ടിൻ്റെ ഭാവത്തിനു വേണ്ടിയുള്ള തൻ്റെ സാധകം പരമാവധി തിരിച്ചറിഞ്ഞ് തായമ്പകയുടെ കമലദളങ്ങൾ വിരിയിച്ചു. വാൽമീകി രാമായണത്തിലെ ഊർമിള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്തുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നായിരുന്നു. അനിൽ പൊതുവാളിൻ്റെ സൃഷ്ടിയിൽ ഉണർന്ന ഇതിൻ്റെ പദങ്ങൾ ചിട്ടപ്പെടുത്തിയതും അവതരണ സംഗീതം നൽകിയതും പുതുമയുടെ ചൊൽക്കാഴ്ചയായിരുന്നു. കലാശ്രീ ഉദ്യോഗമണ്ഡൽ വിക്രമപിള്ളയുടെ ശിഷ്യയായ ചിത്രാവാര്യരാണ് രംഗത്ത് അവതരിപ്പിച്ചത്. ചെണ്ടയുടെ പുതുതലമുറയുടെ വാഗ്ദാനം അർജുൻ മാരാരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയുണ്ടായി. ഒരു കലാകാരൻ്റെ കഴിവും വാദ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷണങ്ങൾ വിജയിക്കുകയുള്ളൂ. പരീക്ഷണങ്ങൾ ആവശ്യമാണ്. അത് സ്വീകാര്യം ആവുന്നതാണെങ്കിൽ തന്നെ അത് സ്വീകരിക്കുന്നുള്ളൂ. വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കലാകാരനേക്കാൾ കൂടുതൽ അത് ജനം അതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് അത്ര അധികം കണ്ടിട്ടില്ല. പറഞ്ഞുറപ്പിച്ച് അല്ല എങ്കിൽ പരിശീലനം കഴിഞ്ഞ ഫ്യൂഷനുകൾ നന്നാവാറുണ്ട്. അതാണ് സാക്കിർ ഹുസൈനുമായിട്ടുള്ള ഫ്യൂഷൻ്റെ മികവ്. അദ്ദേഹമായിട്ടുള്ള ഫ്യൂഷനൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. സമയം പ്രധാനമാണല്ലോ. ഒരു തായുമ്പോൾ ഇരിക്കുമ്പോൾ ഇത്ര നേരത്തിനുള്ളൊരു സംഗതി എന്നുള്ളതിലേക്ക് കൂടുതൽ ചെറുതായിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് കൂടും ആശയവിനിമയങ്ങൾ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടുപേർ കൂടുതൽ ചേർന്നുള്ള തായമ്പകകൾ പലപ്പോഴും കോമാളിത്തത്തിൽ മാത്രമാണ് അവസാനിക്കാറുള്ളത് എന്നും പനമണ്ണ ശശി പറഞ്ഞു. ഒരു കോമഡിയിലും കോമാളിയായിട്ടുള്ളൊരു രൂപത്തിലേക്ക് അതിൻ്റെ കലാശവും ഒരു പരിധി കഴിഞ്ഞാൽ എത്തിപ്പോണത്. അത് ഭൂരിപക്ഷമാകുമ്പോൾ പിന്തുടർന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അതായിട്ടാണ് ഇങ്ങനെയാണ് അതിൻ്റെ അവസാനം എന്നുള്ളൊരു തോന്നൽ വരും. നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ താനെയിലെ സെമിത്തേരിക്ക് സർക്കാർ സ്ഥലം അനുവദിച്ചു. താനെ ക്രിസ്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക പരിപാടിയിലാണ് മന്ത്രി ഏക്നാഷിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ വസിക്കുന്ന ക്രിസ്തീയ സമൂഹം നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങൾക്കാണ് ഇതോടെ പരിഹാരം കണ്ടത്. താനെയിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്കാണ് സർക്കാരിന്റെ തീരുമാനം ആശ്വാസം പകർന്നത്. ഉറ്റവരുടെ മൃതദേഹങ്ങൾ ക്രിസ്തീയ വിശ്വാസപ്രകാരം സംസ്കരിക്കാൻ 15-20 കിലോമീറ്റർ താണ്ടേണ്ട അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അടിയന്തര പരിഹാരം കാണേണ്ട ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി രൂപം കൊടുത്ത സംഘടനയാണ് താനെ ക്രിസ്ത്യൻ വെൽഫെയർ അസോസിയേഷൻ. സംഘടനാ പ്രതിനിധികളായ ജെറി ഡേവിഡ്, പി.ഒ. ജോസ് കൂടാതെ വിവിധ ഇടവക വികാരികളുടെ നേതൃത്വത്തിൽ മന്ത്രി ഏക്നാഷിന്റെ താനെ കമ്മീഷണർ സഞ്ജയ് ജയ്സ്വാൾ, മേയർ സുനിൽ മോനെ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്നുള്ള നിരന്തര ശ്രമങ്ങളുടെ ഫലമായാണ് താനെ ഗോഡ്ബന്ദർ റോഡിൽ സെമിത്തേരി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായത്. താനെ ക്രിസ്ത്യൻ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ പങ്കെടുത്ത് മന്ത്രി ഏക്നാഷിന്റെ സെമിത്തേരിക്ക് സർക്കാർ സ്ഥലം അനുവദിച്ചതായി പ്രഖ്യാപനം നടത്തി. गेले अनेक वर्षांपासून या ठाणे शहरामध्ये आपला समाज राहतोय. आमच्या धर्मवीर आनंद दिघे साहेबांचं नाव घेईन अनेक लोक त्यांना ओळखतात आपल्या समाजातले. എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിയുള്ള സംഘടനയുടെ പ്രവർത്തന രീതികളെ യോഗം പ്രകീർത്തിച്ചു. മുംബൈ ആർച്ച് ബിഷപ്പ് അഗ്നലേയ ഗ്രേഷ്യസ്, മറ്റു രൂപതകളിലെ ബിഷപ്പുമാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. താനെ മുനിസിപ്പൽ മേയർ സുനിൽ മോരെ വിശിഷ്ടാതിഥിയായിരുന്നു. പെൺകുട്ടികളെ രക്ഷിക്കൂ, മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കൂ എന്ന സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് ബൈക്ക് റാലി സംഘടിപ്പിച്ചു. മാർത്തോമ സഭ നവജീവൻ സെന്റർ സംഘടിപ്പിച്ച ബൈക്ക് റാലി മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡഷ്യസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. താനെയിൽ നിന്നും പുറപ്പെട്ട ബൈക്ക് റാലി ഗോവ, മാംഗ്ലൂർ, കോഴിക്കോട്, തൃശൂർ വഴി 15ഓടെ മരാമണിയിൽ എത്തിച്ചേരും. മുംബൈ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡഷ്യസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ
സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. Started this very good initiative. They have organized this bike rally to support the purpose save girl child and stop human trafficking. I believe that a girl child has to be saved because she is the future of our country. നവജീവൻ ചുവന്ന തെരുവിലുള്ള നിർധനരെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള സംഘടനയാണെന്നും പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും നീതിക്കും വേണ്ടിയുള്ള മോട്ടോർ റാലിക്ക് ജനങ്ങളുടെ നല്ല പ്രോത്സാഹനമുണ്ടെന്നും കോർപ്പറേറ്റർ സാബു ഡാനിയൽ പറഞ്ഞു. ചുവന്ന തെരുവിൽ വിൽക്കപ്പെട്ട സ്ത്രീകളുടെയും അവരുടെ കുട്ടികളുടെയും പുനരുദ്ധാരണത്തിനായി 23 വർഷമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നവജീവൻ. നവജീവൻ യുവജന സഖ്യത്തിന്റെ ഈ റാലി സമൂഹത്തിന് നൽകാവുന്ന വലിയൊരു സന്ദേശമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡിഷ്യസ് പറഞ്ഞു. ഹ്യൂമൻ ട്രാഫിക്കിന് എതിരായിട്ടുള്ള സന്ദേശം ലോകത്ത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബോംബെയിൽ നിന്ന് മാരാമൺ വരെയുള്ള ഈ യാത്രയിലൂടെ ആഗ്രഹിക്കുന്നത്. നന്മയുടെ സന്ദേശം ലോകത്തിന് നൽകുവാനുള്ള ത്രില്ലിലാണ് ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്ന യുവാക്കൾ. Youths of this country have to generate the more courageous to come in front and to stop this such of the illegal activities going through this country. തിരക്ക് പിടിച്ച നഗരജീവിതത്തിനിടയിലും സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള സന്ദേശവും പേറിയുള്ള ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്ന യുവാക്കളുടെ പങ്കാളിത്തം ശ്ലാഘനീയമാണ്. SNDP യോഗം അംബർനാഥ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും ഗുരുപൂജയും നടന്നു. SNDP അംബർനാഥ് ശാഖയുടെ വളർച്ചയെക്കുറിച്ച് അധ്യക്ഷൻ MP അജയകുമാർ സംസാരിച്ചു. ഈ ശാഖ കമ്മിറ്റി വന്നപ്പോൾ ആദ്യ മീറ്റിംഗിൽ തന്നെ ഒരു ദൃഢനിശ്ചയമെടുത്തു. നമ്മളുടെ ഈ ശാഖ ആ അവസ്ഥ അന്ന് വന്ന് കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അവസ്ഥ എങ്ങനെയായിരുന്നു? ആ ഒരു വർഷത്തിന് ശേഷം ഈ ശാഖയുടെ സ്ഥിതി എന്താണ്? ഇന്ന് നമ്മൾക്ക് അഭിമാനത്തോടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണം യോഗം സെക്രട്ടറി മോഹൻദാസ്, പ്രസിഡന്റ് R സുരേന്ദ്രൻ എന്നിവർ നിർവഹിച്ചു. മുംബൈ താനെ യൂണിയൻ പ്രസിഡന്റ് S ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TK ഗംഗാധരൻ, യൂണിയൻ സെക്രട്ടറി P പത്മനാഭൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അമർനാഥ് വനിതാ സംഘം യൂണിറ്റ് നൽകി വരുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾ ശ്ലാഘനീയമാണെന്ന് വനിതാ വിഭാഗം പ്രസിഡന്റ് സുലേഖ ബാബു പറഞ്ഞു. നാദോപാസന മ്യൂസിക് ഡയസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 14ാമത് സംഗീതോത്സവത്തിന് പരിസമാപ്തി. ഡോംബുവിലി കേന്ദ്രമായുള്ള നാദോപാസന 3 ദിവസം നീണ്ടുനിന്ന സംഗീതോത്സവം ഏറെ ജനപങ്കാളിത്തത്തോടുകൂടി ഡോംബുവിലിയിൽ സംഘടിപ്പിച്ചു. താനെ വൃന്ദാവൻ ഡിവൈൻ ഗ്രൂപ്പ് അവതരിപ്പിച്ച നാമസങ്കീർത്തനവും P ഗണേഷും ശ്രേയാ ദേവനാഥും ചേർന്ന് വയലിനിലും ചിത്രവീണയിലും നടത്തിയ സംഗീത വിരുന്നും ഏറെ ഹൃദ്യമായി. ഹൈദരാബാദ് സഹോദരന്മാരും സംഗീത വിദ്വാൻമാരുമായ D ശേഷാദ്രിയും D രാഘവാചാര്യയും ചേർന്ന് സംഗീത കച്ചേരി അവതരിപ്പിച്ചു. മൂന്നാം ദിനം തൃശൂർ സഹോദരന്മാരായ ശ്രീകൃഷ്ണ മോഹനന്റെയും രാംകുമാർ മോഹനന്റെയും സംഗീത കച്ചേരിയാണ് നടന്നത്. പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ സംഗീത പ്രതിഭകളും സംഗീത വിദ്യാർത്ഥികളും പങ്കാളികളായി. നിക്ഷേപ മേഖലയിൽ മാർഗനിർദ്ദേശം നൽകി വരുന്ന രാജ്യത്തെ മുൻനിര സ്ഥാപനമായ ജിയോജിത്തിന്റെ പരിഷ്കരിച്ച ലോഗോ പ്രകാശനം ചെയ്തു. മുംബൈ താജ്മഹൽ ഹോട്ടലിൽ നടന്ന പത്രസമ്മേളനത്തിൽ കമ്പനി ചെയർമാൻ AP കുര്യൻ, മാനേജിംഗ് ഡയറക്ടർ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം ആസ്ഥാനമായ കമ്പനിയുടെ പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മം ചെയർമാൻ AP കുര്യൻ നിർവഹിച്ചു. നിക്ഷേപ മേഖലയിൽ സ്വന്തമായി ഇടം കണ്ടെത്തിയ കമ്പനി ചെറുകിട നിക്ഷേപകരെ പരമ്പരാഗത രീതിയിൽ നിന്നും കൂടുതൽ സുരക്ഷിതവും പ്രയോജനകരവുമായ നിക്ഷേപ സാധ്യതകളിലേക്ക് ചുവടുമാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് പരസഹായമില്ലാതെ ഓഹരിയിലും മ്യൂച്വൽ ഫണ്ടിലും വിനിമയം നടത്താൻ കഴിയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വിരൽത്തുമ്പിലെ വിസ്മയമായാണ് ഓഹരി വിപണി വിലയിരുത്തുന്നതെന്നും സുതാര്യമായ ഇടപാടുകൾ നടത്തുവാൻ ചെറുകിട ഉപയോക്താക്കൾക്കും സാധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കുര്യൻ പറഞ്ഞു. 1000 രൂപ 2000 രൂപ ഒരു മാസം സേവ് ചെയ്യുന്നതിന് അവന് അദ്ദേഹത്തിന് ഒരു അസറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഉപചിതമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, ഷുഡ് അയാൾ ഡയറക്റ്റായിട്ട് ഇക്വിറ്റി മേടിക്കണോ? ഓരോ മാസവും ഏത് ഇക്വിറ്റി മേടിക്കണം? ആ ഇക്വിറ്റി കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങളൊന്നും അയാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇഫ് ഹി ബൈസ് ഒരു മ്യൂച്വൽ ഫണ്ട് മേടിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പ്രൊഫഷണലായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ത്യയിലും ഗൾഫിലുമായി 500-ലധികം ശൃംഖലകളുള്ള കമ്പനി ഏകദേശം 8.5 ലക്ഷത്തോളം ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് തന്നെ ഓഹരി ഇടപാടുകൾ സാധ്യമാക്കുന്ന ജിയോജിത്ത് 3 പതിറ്റാണ്ടായി ഈ മേഖലയിൽ സജീവമാണ്. മറ്റു വാർത്തകളിലേക്ക്. കല്യാൺ രൂപതയുടെ കീഴിലുള്ള കോപ്പർക്കരനെ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ഉണ്ണിമിശിഹായുടെയും തിരുനാൾ പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. 7 ദിവസം നീണ്ടുനിന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് റെവറന്റ് ഫാദർ എബ്രഹാം ഏരുമറ്റത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിലും തുടർന്ന് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാസിസ്റ്റയുടെ പൂർണ്ണമാകുന്ന കൂടുതൽ വാർത്തകൾക്കായി ട്യൂൺ ഇൻ കേരള ആൻഡ് പീപ്പിൾ TV.